ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ولا الضالين آمين. وإلى حضرات خديجة الكبرى عائشة فاطمة الزهراء نفيسة المصرية رابية الأدبية ميمونة البدوية ميمونة المصرية ريحانة المحكومة حمدا طيبا كثيرا مباركا جميلا دائما أبدا حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد النبي. കാഞ്ഞിരപ്പള്ളി മഹല്ലിൽ പുത്തൻകുളത്തിൻ്റെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയായിരിക്കുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകളുടെ ചരിത്രത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഉസ്താദ് ഇവിടെ വന്നിരിക്കുന്നത്. അള്ളാഹു നല്ല നിലക്ക് പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും അള്ളാഹു ഞമ്മക്കൊക്കെ തൗഫീഖ് നൽകും. മോമിനീങ്ങളെ, ഇവിടുത്തെ പഴമക്കാരിൽ നിന്ന് കുറേ ഞാനൊക്കെ കുട്ടിയാവുന്നതായ കാലഘട്ടത്തിൽ നമ്മളെ എണ്ണിയാർ കുട്ടിയാജി പോലത്തെ മഹാന്മാരിൽ നിന്ന് നമ്മൾ കേട്ട ആ വിവരത്തിനനുസരിച്ചാണ് നിങ്ങളോട് ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. മഹദിയായിരിക്കുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകളും ഒരു സഹോദരനായിരുന്നു. ഈ മറപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലത്ത് ഒരു ചെറിയൊരു വീട്ടിൽ അവർ താമസിച്ചിരുന്നത്. മാത്രമല്ല, മഹദി അവറുകൾ പഴയ കാലത്ത് തന്നെ ഫറളും സുന്നത്തുകളായ കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിരുന്ന ഒരു മഹദി അവറുകളാണ്. എല്ലാ സുന്നത്ത് നോമ്പുകളും ഫറളിൻ്റെ പുറത്ത് സുന്നത്തുകളും പിന്നെ എല്ലാ സുന്നത്തുകളും നോമ്പുകളും മറ്റു കാര്യങ്ങളും ഖുർആൻ പാരായണവും ദിക്റും സ്വലാത്തും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല മട്ടം പോലെ മഹദി അവറുകൾ കൊണ്ട് നടന്നിരുന്നു. ആരേലും എന്തേലും വന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ അള്ളാഹിനോട് പറയാം, പറച്ചോൻ തന്നെ നമുക്ക് നേരാക്കി തൻ്റെ ഓനോട് നമ്മൾ ദ്വാരക്ക എന്ന് മഹദി അവറുകൾ പറയുകയും അങ്ങനെ പറയുമ്പോൾ മൂപ്പത്തിയൊരു ദുആ ചെയ്താൽ ആ കാലഘട്ടത്ത് അതിന് വലിയ ഇജാബത്ത് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. മഹദി അവറുകളെ മുൻനിർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴും അതിന് ഇജാബത്തുണ്ട്. മാത്രമല്ല, അപ്പോൾ ചെറിയ സമയത്ത് ഇവിടുത്തെ ആൾക്കാർ നമ്മളെ മഹല്ലിലുള്ള കാഞ്ഞിരപ്പള്ളിയിലുള്ള ആൾക്കാരും മറ്റുള്ളവരൊക്കെ കാണാൻ വേണ്ടി വരുമ്പോൾ മൂപ്പത്തിയേര് അകത്ത് ഖുർആൻ ഓതുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിളിച്ചാൽ മൂപ്പത്തിയേര് വരില്ല. മൂപ്പത്തിയേര് ഇങ്ങനെ അങ്ങനെ പരിപാടിയിൽ ആ കുട്ടികളെ നിങ്ങൾ പിന്നെ വരുന്നൊക്കെ പറഞ്ഞ് മൂപ്പത്തിയേര് ഇങ്ങനെ മാറ്റി നിർത്തും. മൂപ്പത്തിയേരെ കാര്യം മുടക്കണ്ടെന്ന് വിചാരിച്ചു. അതിൽ പലവർക്കും പല സ്ത്രീകൾക്കൊക്കെ മൂപ്പത്തിയേരോട് വലിയതായ വിഷമങ്ങളും വെറുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. മൂപ്പത്തിയേർക്കാർ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞുണ്ടാക്കിയപ്പോൾ മഹല്ലിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറി. നമ്മളെ കാഞ്ഞിരപ്പള്ളി മഹല്ലിൽ അതൊരു പ്രശ്നമായിട്ട് മാറി. അവസാനം അതങ്ങനെ ഊതി വീർപ്പിച്ച് വലിയ ചില കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ മഹല്ല് എന്താക്കി, ആരൊക്കെ മുൻഗണന എടുത്തുകൊണ്ട് പറഞ്ഞിട്ടാന്ന് പറയാൻ സാധ്യമല്ല. അപ്പം നിങ്ങൾ ആരും അവിടേക്ക് പോകണ്ട, മൂപ്പത്തിയേർ അങ്ങനെ ആങ്ങളി അങ്ങനെ ജീവിച്ചോട്ടെ, നിങ്ങൾ അവിടേക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് മഹല്ല് ജനങ്ങളുടെ പ്രേരണ കാരണത്താൽ അസൂയ കാരണത്താൽ അത് മുടക്കി. അപ്പം മുടക്കിയപ്പോൾ മഹദി അവറുകളോട് ഈ കാര്യങ്ങൾ ജനങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യുക, മഹല്ലടിസ്ഥാനത്തിൽ നിന്നെ മുടക്കിയിട്ടുണ്ട്, മഹല്ലടിസ്ഥാനത്തിൽ നിങ്ങളെ മുടക്കിയിട്ടുണ്ട്, നിങ്ങളെ ആങ്ങളെയും മുടക്കി എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളോട് എനിക്ക് ആവരാതിയില്ല, ആരോടും അസൂയയും വെറുപ്പൊന്നുമില്ല, നിങ്ങൾ കരിയമാര്യങ്ങൾ. പക്ഷേ മഹല്ലടിസ്ഥാനത്തിൽ എന്നെ വിലക്കിയപ്പോൾ ഞങ്ങളെ വിലക്കിയപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിക്കലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ഈ എൻ്റെ ചെറ്റപ്പേരുടെ ഉള്ളിലകത്ത് ഒരു ഖബറ് കുഴിച്ച് അതിന് മറമാടിയാൽ മതി. പള്ളിക്കലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം, എനിക്ക് തിരുപ്പതിയില്ല, ഇവിടെ എന്നെ മറമാടണം, കാരണം വിലക്കിയതല്ലേ എന്ന് മഹദി അവറുകൾ പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് മൂപ്പത്തിയേരെ ഇവിടെ ഇത് താമസിക്കുന്ന ചെറിയൊരു വീടാണ്, ആ വീട്ടിലാണ് മൂപ്പത്തിയേരെ മറ അടക്കിയിട്ടുള്ളത്.
പല കാര്യങ്ങളും നമ്മളെ അനുഭവത്തിലൂടെ മഹദി അവറുകളിൽ നിന്ന് ഇവിടെ വെളിവായിപ്പെട്ടുണ്ട്. നമ്മളെൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഇവിടെ ഈ നീർച്ച ഇവിടെ ഇങ്ങനെ നമുക്കിത് കൊണ്ടാടണം, ഈ വിഷയം നമുക്ക് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്ത് കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞപ്പോൾ പലവരും ഇവിടെ മറ്റ് മാലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പത്തിയെ പറ്റി അറിയില്ല. അവർ പറയുന്നത് ശരിയാണ്, പണ്ഡിതന്മാരെ വരെ കുറ്റം പറയാൻ പാടില്ല. അപ്പം ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ആലോചിച്ചാൽ വിളിച്ചോളി അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കറിയുന്നതായ കാര്യങ്ങൾ, മഹദി അവറുകളെ പറ്റിയിട്ട് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിന് ഉത്ഭവം നമ്മൾ തുടങ്ങിയത്. കശ്ഫ് കറാമത്തുകളെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കശ്ഫ് കറാമത്ത് ഉണ്ടായി ഞാൻ വശലാകാതെ വന്നാൽ എത്ര നേരം വൈകിയാലും കല്ലുവെട്ടൽ കൊണ്ടുവന്നത് പഠിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് ആ മനുഷ്യൻ പറയുകയും അവിടെ ചെന്ന് കോടതി കയറിയപ്പോഴൊക്കെ അത് മൂപ്പരിക്ക് വിജയായി റാഹത്തായി പോരുകയും അങ്ങനെ മഹദി അവറുകൾ അടുക്കൽ വന്നിട്ട് ഫാത്തിമ ബീവി ഞാൻ പോയ കാര്യം വിജയിച്ചിരിക്കുന്നു, നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വിജയിച്ച് വന്ന അതിൻ്റെ 4 ഉറങ്ങ കടാളത്തിന് ഞാൻ വെട്ടുകല്ലും കൊണ്ടത് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ വിളിച്ച് വെട്ടുകല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ 4 പണമൊക്കെ ഉണ്ടാക്കി. ഇത് നമ്മളെ ഓരോരുത്തരുടെയും മമ്മതും ഞാനും കരയെന്ന് സംസാരിച്ചപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞതാണ്. പിന്നെ കശ്ഫ് കറാമത്തുകളെ കൊണ്ട് പറയുകയാണെങ്കിൽ, ഒരാളിങ്ങനെ പകല് കടന്നുറങ്ങുകയാണ്. കടന്നുറങ്ങുന്ന സമയത്ത് കടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഒരു പെണ്ണ് സ്വപ്നത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എന്താ മുരിയരെ കടന്നുറങ്ങണു, നിങ്ങൾ അവിടെ നിന്ന് നീച്ചാണി, ആ കുളത്തിൻ്റെ അവിടെ ഞാനുണ്ട്, നിങ്ങൾ വന്നിട്ട് ഒരു യാസിനോതൊക്കെ നോക്കാണ്ട് ഒതിപ്പയിക്കാണി ഒന്ന് വരഞ്ഞു പയിക്കാണിയാണ്. മൂപ്പര് തല വന്നിച്ച് വീണ്ടും അവിടെ തന്നെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആ മൂല്യങ്ങൾ നമ്മളെ പറഞ്ഞ വാക്ക് വില വെച്ചില്ലല്ലേ, അവിടുന്ന് നീച്ച് എളുപ്പം അവിടെ അച്ഛനല്ലേ, കോട്ടപ്പാതി വേണം വയ്യിലല്ലേ, നിങ്ങൾ എളുപ്പം എന്നാണ് പോയിട്ട് ആ മുണ്ടന്മാരവിടെയല്ലേ ഇപ്പം ഞാൻ കിടക്കുന്നത്, ഒന്നും കെട്ട് വരിയെന്നാണ്. അതിനും മൂപ്പര് തലവന്തിച്ച് അടക്കറന്നു. 3ാമത്തെ പ്രാവശ്യം വന്നിട്ട് നിങ്ങളെ ഞാൻ മര്യാദക്ക് പറഞ്ഞേക്കണം, നിങ്ങൾ പോകണോ എന്ന് ചോദിച്ചു. അതോടുകൂടെ മൂപ്പരറിഞ്ഞ് ഞാൻ ബേക്കോൾ അറിഞ്ഞ് നീച്ച് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അരിമുസ്ലിങ്ങളുമായി കണ്ടുമുട്ടി, അവരെ വെച്ച് പാഞ്ഞിട്ട് വിയർത്ത് വെച്ചിട്ട ഇയാളുമായി കണ്ടുമുട്ടി മുലാഖാത്തൊക്കെ നടത്തി. അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞു, ബീവി ഫാത്തിമേച്ചര പുത്രകുളത്തിൽ മഹദിയാണ് എന്നെ വന്ന് വിളിച്ചോണത്തിക്കണേ, ഞാൻ പകല് കടന്നുറങ്ങിയിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ അന്ന് യാസീനോദിക്കൊക്കെ അത് വേർന്നു പോയി എന്നാണ്. സ്കൂളിലൊക്കെ കച്ചേരിപ്പറമ്പ് മദ്രസിലും സ്കൂളിലൊക്കെ പഠിച്ച ഒരു മുഹമ്മദ് ഉണ്ട്. അങ്ങനെ മൂപ്പര് ഗോവ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പല പായ് കച്ചവടം പലവിധ കച്ചവടമൊക്കെ നടത്തുന്ന ആളാണ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പുത്തൻകുളത്തിൽ ഇങ്ങനെ ബീവി ഫാത്തിമയുടെ മക്ബറുണ്ട്, ഇങ്ങനെ അവിടെ ജിയാറത്തുണ്ട്, ഉറൂസ് തുടങ്ങിക്കുന്നു അറിഞ്ഞപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മളാണ് മജ്‌ലിസിൽ വെച്ച് ഉഷാറായിട്ട് നമ്മൾ വയത് പറയുന്നുണ്ട്. ഈ കാണുന്ന മഹാന്മാരിതാ നമ്മളെ ഇരിക്കുന്ന ഈ മഹാന്മാർ പിന്നെ പലവരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവിടെ അന്നത്തെ നമ്മളെ പിന്നെ മെമ്പർ അടക്കം ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ ഉറൂസ് കഴിഞ്ഞപ്പോഴും മൂപ്പരുണ്ടായിരുന്നു. ഇടപെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ വയത് പറഞ്ഞിട്ട് കുറേ ഔലിയാക്കളെ കശ്ഫും കറാമത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ വയത് പറയണമെങ്കിൽ ഈ ഫാത്തിമാബിയുടെ കശ്ഫ് കറാമത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞിട്ട് അപ്പുറേ പിന്നെ ഞാൻ വയത് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോണ്ട മൂല്യരെ ഞാൻ പറയാ എന്ന് പറഞ്ഞ് ഒരു വ്യക്തി അവിടുന്ന് ഈ പറഞ്ഞതായിരിക്കുന്ന ആളിൻ്റെ സ്നേഹിതൻ, ഞാനും മൂപ്പരും ഒപ്പം മദ്രസ സ്കൂളിലൊക്കെ പഠിച്ച മൂപ്പര് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലങ്ങൾ ഇവിടെ നീർച്ച അവർക്ക് പയത് പറഞ്ഞില്ലേ കശ്ഫും കറാമത്തും പറഞ്ഞെങ്കിൽ അത്ര വലിയ കശ്ഫും കറാമത്ത് ഫാത്തിമ ബീക്ക് ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടീനെ കെട്ടിച്ചിട്ട് കുറേ എൻ്റെ കുട്ടിക്ക് കുട്ടികളുണ്ടായിട്ടില്ല. അടുത്ത കൊല്ലം നീർച്ച വരുമ്പോഴൊക്കെ എൻ്റെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായാൽ ഒരു ചാക്കരി ഞാനിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് അവസ്ഥാരെ ഞാൻ ചാക്കരി ഇതാ കൊണ്ടുവന്നിട്ടിക്കണു, നിങ്ങൾക്ക് എന്താ കറാമത്തുള്ളത് പറഞ്ഞുകൂടി. പിന്നെ ഇബ്രാഹിം പാപ്പാൻ്റെ അലറത്തിൽ ചെന്നിട്ട് മഹാനവറുകൾ എന്നറിഞ്ഞ ഇബ്രാഹിം ബാത്ത് സെഹർവാടി അറിഞ്ഞ നമ്മൾ വിചാരിക്കുന്ന ആളല്ല.
ലിയത്തസിരീബു ബിഅലസമായി ലിയത്തസിരീബു ബിദ്ദുനിയായ ദുനിയവിയായ ലോകത്ത് എല്ലാവിധ കൈകാര്യങ്ങൾ നടത്താനുള്ള അധികാരം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ലിയത്തസിരീബു ബിഅലസമായി വീണ്ടും അധികാരം തന്നു. ആകാശത്ത് എന്നല്ല, ബിഅലസമായി ആകാശത്തിന്റെ മുകളിലും എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ബിലാദുല്ലാഹി തുറം ബൈന ഐദീക ഹുബ്സാത്തിൻ തഖല്ലുബു ബിൽ ഖിമായി അള്ളാഹിന്റെ രാജ്യങ്ങൾ മുഴുവന്റെ കയ്യിന്റെ ഉള്ളനടിയിലാണ്. ഒരു സുപ്ര കൊണ്ടെന്ന് വെച്ച് അതിലൊരു തടിയിൽ പത്തിരി കൊണ്ടെന്ന് വെച്ച് അതിന്നൊരു പത്തിരി എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചാൽ ആ ഉള്ളം കയ്യിൽ ഒതുങ്ങുന്നത് പോലെ അള്ളാഹുവിന്റെ രാജ്യങ്ങൾ മുഴുവൻ എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ മഹാന ഒരു കഥ പറയേണ്ട ഇപ്പൊ പറയണില്ല. അങ്ങനത്തെ മഹാനായ ഇബ്രാഹിം ബാത്തിഷയോട് ഈ പെണ്ണ് എന്നിട്ട് പറഞ്ഞു, കണ്ണൂരാ ഭാഗത്തവിടെയുള്ള പെണ്ണ അല്ല, പിന്നെ ഞാനിപ്പോൾ ആ പങ്ങൾ ഇത്തിരി കൈവുള്ള ആളെ കുറേ ആൾക്ക് നിങ്ങൾ കാരണം കുട്ടികളും മക്കളുണ്ടായി, ഞാൻ കല്യാണം കഴിച്ച് കുറേ കുട്ടികളില്ല, ഈ വിഷമത്തിലാണ്. അതിനൊരു മാർഗങ്ങൾ പറഞ്ഞു തരണം. അന്ന് ആ പെണ്ണ് കടന്നുറങ്ങുമ്പോ മഹാനായ ബാത്തുഷപ്പാപ്പ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പെണ്ണെ അനക്കൊരു പെണ്ണിനെ പറഞ്ഞു തരാം. ആ പെണ്ണിനെ ഒരു കുളത്തിന്റെ വക്കത്ത് ഒരു ബീവി കടക്കുന്നുണ്ട്. മക്കാമും കാര്യമൊന്നും നേരാക്കി താക്കിയിട്ടൊന്നുമില്ല, കിടക്കുന്നുണ്ട്. എന്നാലും ചെറിയതൊക്കെ അവിടെ ഉറൂസ് നീർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ മഹദിൻ്റെ മുന്നിൽ വെച്ച് തുറന്നാൽ അടക്ക് കുട്ടികളുണ്ട്, അവർക്ക് കുട്ടി ഉണ്ടായിക്കോളിഞ്ച് ബേജാറാണ്ട, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ എവിടെ കേരളത്തിലാണ് ഇന്ന സ്ഥലമെന്ന് പറഞ്ഞു കൊടുത്തില്ല. ഇവര് കുടുംബസമേതം കാറുവിട്ട് ഇങ്ങനെ ഒന്നാകെ മണ്ണാർക്കാടൊക്കെ അരിച്ചു പെറുക്കി വല ഭാഗത്തൂടിയൊക്കെ പോയി. എവിടെ ചെന്നിട്ട് പുത്തി കുളത്തിന്റെ വക്കത്ത് ഈ ബീവിനെ കാണാനല്ല. അങ്ങനെ അവസാനം വീണ്ടും ചുറ്റിക്കറങ്ങിയിട്ട് ചുങ്കത്ത് വന്നപ്പോൾ നമ്മളെ ഈ കാഞ്ഞിരപ്പള്ളി ഈ മാറ്റിപ്പെട്ട ആളാന്ന് വെച്ച് പറയാൻ പറ്റിയ ഒരാളാണ് നിൽക്കുന്നത്. നിങ്ങളെന്തെങ്ങനെ കറങ്ങണു? ഞങ്ങൾ കുട്ടി ഏറുവാടിന്ന് വരികയാണ്. ഇവിടെ ഒരു കുളത്തിന്റെ വക്കത്ത് ഒരു ബീവി കിടക്കുന്നുണ്ട്. അപ്പൊ ചാളെ പേരും അഡ്രസ്സും പറയാനാവില്ല, അറിയില്ല. അപ്പോ അവിടേക്കാണ് ഞങ്ങൾ നിങ്ങൾ ഇന്നെ കൊണ്ടുപോകുന്ന ഞാൻ കാണിച്ചു തരാം, എന്നായിക്കോട്ടെ. മൂപ്പരും കയറ്റി അങ്ങനെ വന്നിട്ട് ഈ റോഡിന്റെ അവിടെ എത്തി വണ്ടി അവിടെ അഞ്ഞിച്ച് വെച്ചറിയുന്നറിയും. ഈ പെണ്ണ് പറയാണ്, ബാപ്പ പറഞ്ഞെന്ന് ഇബ്രാഹിം ബാദ്ഷാ പറഞ്ഞെന്ന മക്കാമിഞ്ഞിച്ചറിയുന്ന എവിടെ പോയിട്ട് ഈ റോഡിങ്ങനെ ചെന്നാൽ ചെറുനോടെ തന്നെ ഒരു കുളത്തിന്റെ അപ്പുറത്താണ്. അങ്ങനെ ആ പെണ്ണ് ഇവിടെ വന്ന് ആ കുടുംബം ഇവിടെ വന്ന് ബീവി ഫാത്തിമാരോട് സങ്കടം പറയുകയും അങ്ങനെ അവരിൽ വഴിപാടിൽ നീർച്ച ചെയ്യുകയും കുട്ടിയുണ്ടായാൽ ഇത്രയും പൈസ പെട്ടി കൊണ്ടുവന്നിടാ എന്ന് നീർച്ചയാക്കി. അത് കൊല്ലം തേഞ്ഞില്ല, അപ്പോഴേക്ക് തന്നെ ഗർഭിണിയാവുകയും ആ പെണ്ണ് പ്രസവിക്കുകയും അവർ നീർച്ചയാക്കിയ പൈസ പെട്ടി കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു. പുത്തൻകുളത്തിനല്ല നമ്മളെ ഫാത്തിമ വീടെത്തിക്ക് ഞാൻ എൻ്റെ മനസ്സോട് നീർച്ചയാക്കി യാസീൻ ഓതാനും പൈസ തന്നിടാനും. അത് കാരണത്താൽ ആ കണ്ണിൻ്റെ രോഗം മാറി വലിയ റാഹത്തായി. എന്നാ ഫാത്തിമ ഒന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്, മരിച്ചിട്ടില്ല. 37 എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മഹദിയെ സംബന്ധിച്ച് പറയണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കലിപ്പ് നമ്മളോട് പഠിപ്പിച്ചിരിക്കുകയാണ് ഹദീസ. അപ്പം അതുകൊണ്ട് ഇത്തരം വലിയ കശ്മ കറാമത്തുകൾ കാര്യമുള്ള മഹദി അവരുടെ ഈ നീർച്ച നമുക്ക് വിപുലീകരിച്ച് കൊല്ലം അത് ആണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് ഉറൂസ് നടത്തണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം. ആര് എന്തൊരു കാര്യം ഇവിടെ വന്ന് പറഞ്ഞാലും ഫാത്തിമാവിയുടെ ഹാപ്പിജാ വർക്കത്തുണ്ട് അല്ലാഹു അത് പൂർത്തിയാക്കി കൊടുക്കുകയില്ല. കടം വന്ന് പറഞ്ഞവൻ്റെ കടങ്ങൾ വീടാനും രോഗം വന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ശിവയാകാനും ഇവിടെ പെണ്ണുങ്ങളൊക്കെ അന്തിക്കൊക്കെ അടക്കണവര് നമ്മളെ കുന്നത്തുനിന്നൊക്കെ കാഞ്ഞിരകുന്നത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ വരെ ഞാൻ കാണലുണ്ട്. അങ്ങനെ പല ഭാഗത്തുനിന്നും അങ്ങനത്തെ മഹദി അവരുടെ ഹക്കുജാ വർക്കത്തുണ്ട് നമ്മളെ എല്ലാവരെയും ഇടങ്ങേറുകളും അല്ലാഹു തീർക്കട്ടെ. ഈ ഇരിക്കുന്ന കാരണന്മാർക്കൊക്കെ നമുക്കൊക്കെ അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഇദ്ദേഹത്തിന്റെ ഉമ്മയും ബാപ്പയൊക്കെ ഉമ്മയും ഒക്കെ മരിച്ചില്ലേ, അവരൊക്കെ ഉഹറവിയായ രോഗം അല്ലാഹു തആല നന്നാക്കട്ടെ. അപ്പൊ ഞാൻ ഈ തുടക്കം മുതൽ നിങ്ങളോട് പറഞ്ഞത്, അപ്പോൾ മുൻകഴിഞ്ഞ പഴമക്കാരിത് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ട് നടന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സൗഭാഗ്യം പ്രദാനം ചെയ്യും. അല്ലാഹു അസ്ഹാബുൽ ബദരീങ്ങളെ വർക്കത്തോട് പ്രാർത്ഥന സ്വീകരിക്കട്ടെ. കുടുംബത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെ കുടുംബത്തിൽ നിന്ന്